ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ പ്രത്യേകതയുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന്, എയർലി ബേർഡ്സ് ആൻഡ് നൈറ്റ് ഓൾസ്. തീർച്ചയായിട്ടും രാത്രിയും പകലും സർവ്വസാധാരണമാണ്. പക്ഷെ അത് എങ്ങനെയാണ് നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയം. ഇപ്പോൾ മനോഹരമായ രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്നും കൂടെ ഒന്ന് വിചിന്തനം ചെയ്യാനുള്ളൊരു വലിയ അവസരമാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട അമന ടീച്ചർ, യു ആർ വെൽക്കം. Thank you, sir. Good evening to everyone. Thank you for joining at the end of the busy day. Here now we are exploring something that affects all of us, our natural sleep patterns. Are early birds truly more productive? Are night owls misunderstood? Let us look at what science says. Share ചെയ്തേട്ടെ സാറേ. ചെയ്തോളൂ. Okay, thank you. വെൽക്കം ടു എവരിബഡി. പതിവ് പോലെ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ സാബു സാറിനും ഈ അവസരം തന്നതിന്, ഡിയർ മോം ആൻഡ് ഡാഡ്, ഐ വുഡ് താങ്ക് യു ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ബട്ട് ഫോർ യു മൈ ഹാർട്ട് ഹാസ് നോ ബോട്ടം. ഇതൊരു വീഡിയോ ആണ്, ഇതൊന്ന് ശ്രദ്ധിച്ച് കാണണേ. ഇത് ഒരു അമ്മ പക്ഷി കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ജീവിക്കാൻ തയ്യാറാക്കുകയാണ്, പറക്കാൻ പഠിപ്പിക്കുകയാണ്, മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ്. മീൻ പിടിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്, മീൻ പിടിക്കാനും പഠിപ്പിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു ഉദ്യമം എല്ലാ ജീവജാലങ്ങളുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഏർലി ബേർഡ്സ് വേഴ്സസ് നൈറ്റ് ഔൾസ്. ഹ്യൂമൻ ബീയിങ്സ് ആർ നാച്ചുറൽ ബയോളജിക്കൽ റിതം. പക്ഷേ നേരത്തെ എഴുന്നേൽക്കുന്നവരെയാണ്
നമ്മൾ ഒരു കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ്. ഇപ്പോൾ ഒരു വീട്ടിൽ പിള്ളേരാണേലും നേരത്തെ എഴുന്നേൽക്കുന്ന പിള്ളേരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാറ്. അതിന് ഉപോദ്ബലകമായി നമ്മൾ സ്ഥിരമായി ഒരു നേഴ്സറി റൈം, ഇംഗ്ലീഷ് ഉള്ളിടത്തോളം കാലം ഇംഗ്ലീഷുള്ള സ്ഥലത്തെല്ലാം പാടുന്ന ഒരു നേഴ്സറി റൈമുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാവോ? Early birds catch the flies. ഒരു നേഴ്സറി റൈം സാർ, പ്രോവർബല്ല. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ബാക്കി സാറിന് കിട്ടും. ഏർലി ടു ബെഡ് and early to rise make a man healthy, wealthy and wise. ഇത് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ കേട്ട് 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 നമ്മുടെ എന്താ പറയാ, നമ്മുടെ തലയിലും ഹൃദയത്തിലും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാവിലെ നേരത്തെ എണീച്ചാൽ മാത്രമേ വയസ്സും ഒക്കെ ആകുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങനെ പണ്ട് മുതലേ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിലാണെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തെ പറ്റി പറയാം. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം, എന്നാലേ നമുക്ക് ഡിസിപ്ലിനും പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നത്. അപ്പം താമസിച്ച് എഴുന്നേൽക്കുന്നവരെ നമ്മൾ മടിയന്മാരായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം കുട്ടികളെല്ലാം താമസിച്ച് എഴുന്നേൽക്കുന്നത്. അത് വേറെ, ആ സ്ഥിരമായി താമസിച്ച് എഴുന്നേക്കാൻ ഫോണും നോക്കിയിരുന്ന് ലേറ്റായി ഉറങ്ങുന്ന അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരവരുടെ ഒരു ബയോളജിക്കൽ റിതമാണ്. അപ്പം പണ്ട് ഈ ഫോണില്ലാത്ത കാലത്തും ചില കുട്ടികൾക്ക് രാവിലെ എഴുന്നേക്കാൻ മടി വരുമ്പോൾ നമ്മൾ മടിയന്മാരായിട്ട് അവരെ ചിത്രീകരിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർക്കുവാണ്, എൻ്റെ മോൻ ഒരു UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവൻ എന്ത് ചെയ്താൽ രാവിലെ എഴുന്നേക്കൂല. അപ്പോൾ രാവിലെ അവൻ എഴുന്നേക്കാതിരുന്നാൽ എനിക്ക് അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. എനിക്ക് വീട്ടിലെ എല്ലാ കാര്യവും ചെയ്തിട്ട് സ്കൂളിൽ പോകുമ്പോൾ വേണം. അപ്പം ഞാൻ അവൻ്റെ സ്കൂളിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീച്ചറുണ്ടായിരുന്നു, കൃഷ്ണ ടീച്ചർ. ഞാൻ കൃഷ്ണ ടീച്ചറോട് ചെന്ന് പറഞ്ഞു, ഇവനോടൊന്ന് നേരത്തെ എഴുന്നേക്കാൻ പറ ടീച്ചറെ, ടീച്ചർ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റിരുന്നു ഹോംവർക്കൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഹോംവർക്കൊക്കെ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണാറില്ല. എനിക്ക് ചിരി വന്നു. ഞാൻ കൃഷ്ണ ടീച്ചറോട് പറഞ്ഞത് ഇവൻ അറിയുന്നില്ല, പക്ഷേ കൃഷ്ണ ടീച്ചർ പറഞ്ഞിട്ടാണ് ഇവനങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, എന്നാടാ ഇന്ന് പറ്റിയത്? അപ്പം അവൻ പറഞ്ഞു, എന്നോട് കൃഷ്ണൻ ടീച്ചർ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്ന്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അതും ഞാനത് ചെയ്തത് ഈ രാവിലെ എഴുന്നേൽക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റാലല്ലേ ഇവൻ നന്നാകൂ എന്നുള്ള ആ ഒരു അറിവ് കുറവായിരുന്നു. അത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം നേരത്തെ എഴുന്നേറ്റാൽ മാത്രം മതി ആരോഗ്യവാനും ജ്ഞാനിയുമാകുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. ഇപ്പം നൈറ്റ് ഔൾസ് ആണോ ഏർലി ബേർഡ്സ് ആണോ? ഹു പെർഫോംസ് ബെറ്റർ അക്കോർഡിംഗ് ടു സയൻസ്? നമ്മൾ ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത് സയൻസ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആർ യു ആൻ ഏർലി ബേർഡ് ഓർ എ നൈറ്റ് ഔൾ? നമ്മൾ ഓരോരുത്തരും ഏർലി ബേർഡ് ആണോ നൈറ്റ് ഔൾ ആണോ എന്ന് കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറച്ച് ഹൈ ലെവലുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അറിയാവുന്നവരും കുറച്ചും കൂടി ഒന്ന് ഉറപ്പാക്കാൻ പറ്റണം. ഇതിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ മൈക്കൽ ബ്രൂസ് ആണ്. ദ സ്ലീപ്പ് ഡോക്ടർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ഹി സേസ് പീപ്പിൾ ആർ ബോൺ വിത്ത് എ ബയോളജിക്കൽ സ്ലീപ്പ് ടെൻഡൻസി കോൾഡ് എ ക്രോണോടൈപ്പ്, നോട്ട് ഗുഡ് ഓർ ബാഡ്, ജസ്റ്റ് ഡിഫറൻറ്റ്. അദ്ദേഹം പറയുന്നത് ഈ ക്രോണോടൈപ്പ് ചിലത് നല്ലത് ചിലത് മോശം എന്നല്ല, ഒരു വ്യത്യസ്തതയുണ്ട് എന്നേ ഉള്ളൂ. ഇത് രണ്ടും വ്യത്യസ്തമാണെന്നേ ഉള്ളൂ, ഗുഡ് ഓർ ബാഡ് അങ്ങനെയൊന്നുമില്ല. 4 മേജർ ക്രോണോടൈപ്സ്, 4 പ്രധാനപ്പെട്ട ക്രോണോടൈപ്സ് ഉണ്ട്. ലയൺ ഏർലി ബേർഡ്സ്, വേക്ക് ഏർലി, ഹൈ മോർണിംഗ് എനർജി, ബിയർ മെജോറിറ്റി, ഈ ബിയറാണ് മെജോറിറ്റി ആളുകളും ബിയറാണ്. ഫോളോ സൺറൈസ് സൺസെറ്റ്, വൂൾഫ്
നൈറ്റ് ഔൾസ്. വുൾഫ് നൈറ്റ് ഔളാണ്, ക്രിയേറ്റീവ് അറ്റ് നൈറ്റ്. ഡോൾഫിൻ ലൈറ്റ് സ്ലീപ്പേഴ്സ്, ആങ്ഷ്യസ് തിങ്കേഴ്സ്. അപ്പം ഞാനൊന്നും കൂടി ആ 4 വിശദീകരിച്ച് പറയാം. ലയൺ ഏർലി ബേർഡാണ്. വേക്കപ്പ് ബിഫോർ സൺറൈസ്. പീക്ക് ഫോക്കസ് ഇൻ ദ മോർണിംഗ്. വൈൻഡ് ഡൗൺ ഏർലി. ദീസ് ആർ ദ പീപ്പിൾ ഹു ഫിനിഷ് ടുമാറോസ് വർക്ക് ടുഡേ. ഇവർ നാളത്തെ ജോലിയും കൂടി ഇന്ന് തീർത്ത് കളയും. ബിയർ മോസ്റ്റ് കോമൺ ടൈപ്പ്. ഭൂരിപക്ഷ ആളുകളും ഈ ടൈപ്പിലാണ് വരുന്നത്. ഫോളോ സൺറൈസ്, സൺസെറ്റ്. ബെസ്റ്റ് വർക്ക് 10 AM to 2 PM. Consistent and reliable. Wolf night owls. Slow mornings. Peak creativity at after 4 PM. These are the artists, writers, coders and thinkers who work when the world sleeps. ലോകമുറങ്ങുമ്പോഴാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഡോൾഫിൻ ലൈറ്റ് സ്ലീപ്പേഴ്സ് ആണ്. ഇന്റലിജന്റ് ആൻഡ് ഡീറ്റെയിൽ ഓറിയന്റഡ്, light irregular sleep. They perform in short bursts but with exceptional accuracy. 4 ടൈപ്പും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചവർക്ക് അവരവർ ഏത് വിഭാഗത്തിലാണെന്ന് മനസ്സിലായി കാണും. ഒന്നും കൂടി പറയാം. ക്രോണോടൈപ്സ് ആർ ആൻ ഇൻഡിവിജ്വൽസ് നാച്ചുറൽ പ്രിഫറൻസ് ഫോർ സ്ലീപ്പ് and wake times, determined by their internal circadian rhythm and influenced by genetics and environment. Key message: no chronotype is superior. ഈ ഏർലി ബേർഡ്സ് സുപ്പീരിയർ അല്ല, നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ശരിയല്ല. ഈച്ച് ടൈപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ സ്ട്രെങ്ത്. ഓരോന്നിനും അതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട്. വാട്ട് മാറ്റേഴ്സ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് യുവർ ടൈപ്പ്. നമ്മൾ നമ്മുടെ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആൻഡ് അറേഞ്ചിങ് യുവർ ഇമ്പോർട്ടൻ്റ് വർക്ക് ഡ്യൂറിങ് യുവർ പീക്ക് അവേഴ്സ്. നമ്മളുടെ പീക്ക് അവർ നമ്മൾ ഏത് ടൈപ്പാണോ അവിടെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പീക്ക് അവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂംസ് ഇൻ ഇറ്റ്സ് ഓൺ സീസൺ, എവരി പേഴ്സൺ ഷൈൻസ് അറ്റ് ദെയർ ഓൺ ടൈം ഓഫ് ദ ഡേ. നമ്മൾ പല സീസണിൽ പല പൂക്കളാണ് വിരിയാറ്. ഒരു പൂവും കൂടുതൽ നല്ലതോ കൂടുതൽ മോശമോ നമ്മൾ പറയാറില്ല. ചില സീസണിൽ ചില പൂക്കൾ വിടരും. എല്ലാ പൂക്കളും നമുക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ ആളുകളും അവരവരുടെ സമയത്ത് ഷൈൻ ചെയ്യുന്നു. ഏർലി ബേർഡ്സ്, മോർണിംഗ് ടൈപ്സ്. വേണ്ട മാഡം, ഞാൻ പറഞ്ഞു വേഗം പോകാന്ന് വിചാരിച്ചു. ഏർലി ബേർഡ്സ്, അത് ഞാനിത് പറയാണ്ടി വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ 4 ടൈപ്പിനെയാണ് കണ്ടത് അല്ലേ? 4 വിഭാഗത്തെ കണ്ടു. ലയൺ, ബിയർ, വൂൾഫ്, ഡോൾഫിൻ. പിന്നെ നമ്മൾ അതിനെ 2 ആക്കി കൊണ്ടുവരികയാണ്. ഏർലി ബേർഡും നൈറ്റ് ഔളും. അപ്പം അവിടെ ഒരു കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം ഏർലി ബേർഡ് ആക്കി കൊണ്ടുവരുന്നത് മെയിൻലി ലയൺസ്. സം ബിയേഴ്സ് ആൾസോ ബിഹേവ് ലൈക്ക് മോർണിംഗ് ടൈപ്സ്. ഈ ആദ്യത്തെ 2 എണ്ണം ലയണും ബിയറും. ഹൈ എനർജി ഏർലി ഇൻ ദ ഡേ, പ്രിഫർ സ്ട്രക്ചേർഡ് റുട്ടീൻ. അവർക്ക് എപ്പോഴും നല്ല കൃത്യനിഷ്ഠ ഉണ്ടാവും. അവർ വളരെ ശ്രദ്ധിച്ച് സ്ഥിരമായി ഒരേപോലെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. നൈറ്റ് ഔൾസ്, ഈവനിങ് ടൈപ്സ്. Mainly wolves. Some dolphins show nighttime alertness. Peak creativity in the evening, evening or night. Prefer flexible schedules. ഇവരുടെ ഡെയിലി റൊട്ടീൻ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പം ഇപ്പം മനസ്സിലായല്ലോ അല്ലേ മാം? ഈ 2 ടൈപ്പ് ഏതൊക്കെയാണെന്ന്? 4 നമ്മൾ ആദ്യം കണ്ടത്. 4 പേരുടെ പേര് നമ്മൾ പറഞ്ഞു. വൂൾഫ്, ബിയർ, ലയൺ, ബിയർ, വൂൾഫ്, ഡോൾഫിൻ. 4 പറഞ്ഞു. പിന്നെ ഇപ്പൊ 2 ആക്കി. അതെങ്ങനെയാന്ന് മനസ്സിലായല്ലോ അല്ലേ മാം? വൂൾഫിനെയും
ഡോൾഫിനെയും ഈവനിങ് ടൈപ്സിലേക്ക് മാറ്റി. ഏകദേശം അടുത്ത് വരുന്നുണ്ട്. ലയണിനും ബിയറും മോർണിംഗ് ടൈപ്പ്. അപ്പം നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടത്. ആർ ഏർലി ബേർഡ്സ് ബെറ്റർ? ഏർലി ബേർഡ്സ് ബെറ്റർ ആണോ? അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചത്. സ്ട്രോങ് പ്ലാനിങ് സ്കിൽസ്, അവർക്ക് നല്ല പ്ലാനിങ് സ്കില്ലുണ്ട്. ഹൈ മോർണിംഗ് ഫോക്കസ്, അവർക്ക് രാവിലെയാണ് നല്ല കോൺസെൻട്രേഷനും ഫോക്കസും എനർജിയും ഒക്കെ ഉണ്ടാവുക. സ്യൂട്ടബിൾ ഫോർ ട്രഡീഷണൽ ഓഫീസ് അവേഴ്സ്, അവർക്ക് രാവിലെ ഓഫീസ് അവറൊക്കെ കറക്റ്റ് ആയിരിക്കും, ഉഷാറായിരിക്കും രാവിലെ. അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എനർജി ഡ്രോപ്സ് ഇൻ ആഫ്റ്റർനൂൺ, ഉച്ച കഴിയുമ്പം ഡള്ളാവും. ലെസ് ക്രിയേറ്റീവ് ഡ്യൂറിങ് ലേറ്റ് അവർ, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒട്ടും ക്രിയേറ്റീവ് ആയിരിക്കില്ല. ആർ നൈറ്റ് ഔൾസ് ബെറ്റർ? നൈറ്റ് ഔൾസിനെ പറ്റിയാണ്. ഹൈലി ക്രിയേറ്റീവ്, ഡീപ്പ് ഫോക്കസ് അറ്റ് നൈറ്റ്, മെനി ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ്, സയൻറ്റിസ്റ്റ്, സൊസൈറ്റി നോട്ട് ഡിസൈൻഡ് ഫോർ ദം. ഇവർക്ക് രാവിലെ ഓഫീസിൽ പോകാനൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഒരിച്ചിരി റിലക്റ്റൻസി ഉണ്ടാവും, കാരണം അവരത്ര എനർജറ്റിക് ആയിരിക്കില്ല രാവിലെ. സൊസൈറ്റി നോട്ട് ഡിസൈൻഡ് ഫോർ ദം. മോർണിംഗ് ഫങ്ഷനിങ് ഈസ് സ്ലോ, രാവിലെ വളരെ പതുക്കെ നമ്മൾ പിള്ളേരെ ശ്രദ്ധിച്ചാൽ കാണാം, വളരെ മടിയായിരിക്കും രാവിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടാൻ, ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ഒത്തിരി ഉന്തണ്ടി വരും. റിസ്ക് ഓഫ് സ്ലീപ്പ് ഡിപ്രിവേഷൻ, അവർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്, വല്ലാതെ ഉറക്കക്കുറവ് അനുഭവപ്പെടും. കാരണം അവർ ലേറ്റ് നൈറ്റ് ഇരിക്കുന്നവരാണ്, ക്രിയേറ്റിവിറ്റി അപ്പോഴാണ്. അപ്പോൾ അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സമയം, സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഓഫീസിൽ പോകണമെങ്കിൽ നേരത്തെ എണീക്കേണ്ടി വരും. അപ്പം അവരുടെ ഉറക്കം കുറഞ്ഞു പോകുന്നുണ്ട്. റിസ്ക് ഓഫ് സ്ലീപ്പ് ഡിപ്രിവേഷൻ. സയൻസ് എന്താണ് പറയുന്നത് നോക്കാം. എല്ലാത്തിനും സയൻസിന്റെ സപ്പോർട്ട് വേണമല്ലോ. ഇപ്പൊ നേരത്തെ ഞാൻ ഒത്തിരി ചുമയുള്ള ഒരാളോട് കുറച്ച് അഗസ്ത്യ രസായനം കഴിച്ചാൽ നല്ലതാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയില്ല, അതിന് സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് അലോപ്പതി മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞ പോലെ ഇതിനും സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ദിസ് ഈസ് നോട്ട് സൈക്കോളജി അലോൺ, ഇത് സൈക്കോളജി മാത്രമല്ല, ഇറ്റ് ഈസ് ബയോളജി. അവർ chronotype is influenced by genes, especially the PER3 gene. ഈ PER3 ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിഫറൽ ക്ലോക്ക് ജീനാണ്. അത് സർക്കാഡിയം ക്ലോക്കിനെ നമ്മളെ ക്രമീകരിക്കുന്ന ഒരു ജീനാണ്. നമ്മുടെ റിതം, നമ്മുടെ താളം റെഡിയാക്കുന്ന ഒരു ജീനാണ്. സോ യുവർ സ്ലീപ്പ് പാറ്റേൺ ഈസ് നോട്ട് എ ഹാബിറ്റ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹൂ യു ആർ. നിങ്ങൾ ഏത് ക്രോണോടൈപ്പ് ആണെന്നുള്ളതാണ് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ നിശ്ചയിക്കുന്നത്, അത് ഹാബിറ്റ് അല്ല. അങ്ങനെ പഠിച്ചിട്ടാണ്, താമസം എണീച്ച് പഠിച്ചിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയും കുട്ടികളോട്. അതല്ല, അവരുടെ ക്രോണോടൈപ്പാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. കുറെ മഹാന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആളാണ് APJ അബ്ദുൽ കലാം. നോൺ ഫോർ വേക്കിംഗ് ഏർലി, യൂസ്ഡ് ക്വയറ്റ് മോർണിംഗ് ഫോർ റൈറ്റിംഗ് ആൻഡ് തിങ്കിങ്. ഇദ്ദേഹം ഒരു ഏർലി ബേർഡ് ആയിരുന്നു. APJ അബ്ദുൽ കലാം, ടിം കുക്ക്, നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ, ഇവരൊക്കെ ഏർലി ബേർഡ്സ് ആയിരുന്നു. ടിം കുക്ക് ആണ് ആപ്പിൾ CEO ആണ്. ബേക്സ് അപ്പ് അറ്റ് 3:45 AM. നരേന്ദ്രമോദി ഏർലി റൈസർ, ബിഗിൻസ് ഡേ വിത്ത് യോഗ ആൻഡ് റീഡിങ്. ഞാൻ 2-3 പേരുടെ ഫോട്ടോ വെച്ചെന്നേ ഉള്ളൂ. നിക്കോള ടെസ്ല, അദ്ദേഹം ഒരു നൈറ്റ് ഔൾ ആണ്. വർക്ക്ഡ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്, ഹിസ് ക്രിയേറ്റിവിറ്റി പീക്ഡ് ഡ്യൂറിങ് ലേറ്റ് അവേഴ്സ്. അദ്ദേഹം ലേറ്റ് അവേഴ്സിലാണ് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിക്കോള ടെസ്ല, വിൻസ്റ്റൺ ചർച്ചിലിനെയും കൂടെ വെച്ചിട്ടുണ്ട്. ലേറ്റ് സ്ലീപ്പർ ആൻഡ് ലേറ്റ് വർക്കർ, ബിലീവ്ഡ് നൈറ്റ് ടൈം എൻഹാൻസ്ഡ് ക്ലാരിറ്റി.
വിൻസെന്റ് ചർച്ചിൽ ലേറ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വില്യം ഷേക്സ്പിയർ, ലിയനാർഡോ ഡാവിഞ്ചി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇവരൊക്കെ നൈറ്റ് ഔൾസ് ആയിരുന്നു. ദ റിസ്ക് ഓഫ് ഫോഴ്സിങ് നൈറ്റ് ഔൾസ് ഇൻ ടു ഏർലി ഷെഡ്യൂൾ. നമുക്ക് ഈ നൈറ്റ് ഔളിനെ അങ്ങനെ സ്ഥിരമായി നൈറ്റ് ഔളായിട്ട് വിട്ടേക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സ്കൂളിന്റെ സമയം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്കത് അവരെ കുറച്ച് ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. ഒരു UK സ്റ്റഡി പറഞ്ഞത് ഫോഴ്സ്ഡ് ഈവനിങ് ടൈപ്സ് ഷോഡ് ഹയസ്റ്റ് മോർട്ടാലിറ്റി റിസ്ക്. ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഈ മോർണിംഗിലേക്ക് കൊണ്ടുവരുമ്പോൾ മോർട്ടാലിറ്റി റിസ്ക് കൂടുതലാണ്. അതുപോലെ ഡോക്ടർ റാൻഡ്ലർ ഈവനിങ് ടൈപ്സ് ഫോഴ്സ്ഡ് ഇൻ ടു മോർണിംഗ് റൊട്ടീൻസ് അവർക്ക് ഹയർ BMI മോർ. അത് കാരണം തോന്നുന്നത് ലേറ്റ് നൈറ്റ് ഇരിക്കുമ്പോൾ മോർ സ്മോക്കിംഗ്, മോർ ആൽക്കഹോൾ അതാകാനാണ് ചെറിയൊരു സാധ്യതയുണ്ട്. ഗ്രേറ്റർ മെറ്റബോളിക് സ്ട്രെസ്, അവർക്ക് സ്ട്രെസ് കൂടുതലാണ്. ഫൈറ്റിംഗ് യുവർ ബയോളജിക്കൽ ക്ലോക്ക് ഹാംസ് ഹെൽത്ത്. നമ്മുടെ അത് ഫൈറ്റ് ചെയ്യുന്നത് ഹെൽത്തിന് ഹാംഫുൾ ആണ്. ഡോക്ടർ രാഹ വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മാഡം ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടനിലുള്ള അവർ പറഞ്ഞത് കേവലം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല, മറിച്ച് ഈ ക്രോണോടൈപ്സ് നമ്മുടെ വൈജ്ഞാനിക പ്രവർത്തനത്തെ സ്വാധീനിക്കും. ക്രോണോടൈപ്പിന് അങ്ങനെ ഒരു പഠനം നടത്തി 26,000-ലധികം മുതിർന്നവരിൽ ഡാറ്റ പഠനം നടത്തി. അവർക്ക് ഈ നൈറ്റ് ഔൾസിന് പെട്ട ആളുകൾക്ക് ബുദ്ധി, യുക്തി, മെമ്മറി, വിവര സംസ്കരണത്തിന്റെ വേഗത എന്നിവ അളക്കുന്ന വൈജ്ഞാനിക പരിശോധനകൾ പൂർത്തിയാക്കി. അപ്പോൾ നിശാമൂങ്ങകൾക്ക് നേരത്തെ എഴുന്നേൽക്കുന്നവരെക്കാൾ ഗണ്യമായ ഉയർന്ന സ്കോർ കിട്ടി. വൈജ്ഞാനിക സ്കോർ അവർക്കാണ് കൂടുതലുണ്ടായിരുന്നത് ഏർലി ബേർഡ്സിനേക്കാളും. ഇന്റർമീഡിയറ്റ് ക്രോണോടൈപ്പുകൾ നേരത്തെ എഴുന്നേൽക്കുന്നവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ നടുവിലുള്ള ആളുകൾ കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അവർക്ക് കൂടുതൽ കോഗ്നിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ആരോഗ്യകാര്യത്തിൽ ഈ നിശാമൂങ്ങകൾ നൈറ്റ് ഔൾസ് ചിലപ്പോൾ വില നൽകേണ്ടി വരുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. മെറ്റാബോളിക് ഇഷ്യൂസ്, ഈവൻ ഹയർ മോർട്ടാലിറ്റി ഈ നൈറ്റ് ഔൾസിന് കൂടുതലാണ്. ഫ്രോണ്ടിയേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു മെറ്റാ അനാലിസിസ് ഉയർന്ന BMI, റേസ്ഡ് ടേസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ, ടോട്ടൽ കൊളസ്ട്രോൾ, ലോവർ HDL കൊളസ്ട്രോൾ എന്നിവയൊക്കെ കൂടുതലായിട്ടാണ് നൈറ്റ് ഔൾസിൽ കണ്ടത്. അനദർ സ്റ്റഡി നൈറ്റ് ഔൾസ് ഒബീസിറ്റി കൂടുതലാണ്, പൊണ്ണത്തടി കൂടുതലാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് മെറ്റബോളിക് സിൻഡ്രോം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന മരണനിരക്ക് അവരിൽ കാണാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ നൈറ്റ് ഔൾസ് മോശം എന്നർത്ഥമില്ല. കൾച്ചറൽ ആൻഡ് പ്ലസ് ബയോളജിക്കൽ മിസ്മാച്ച്. അവർ കൾച്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂൾ ടൈമിങ്സ്, ഓഫീസ് അവേഴ്സ് സ്ട്രോങ്ലി ഫേവർ മോർണിംഗ് ടൈപ്സ്. ഈ മോർണിംഗ് ടൈപ്സിന് പറ്റിയ രീതിയിലാണ് നമ്മുടെ സ്കൂൾ അവറും ഓഫീസ് ടൈമും ഉള്ളത്. ബിക്കോസ് ഓഫ് ദിസ് മിസ്മാച്ച് ഈവനിങ് ടൈപ്സ് ആർ ഫോഴ്സ്ഡ് ടു ലിവ് അഗെയിൻസ്റ്റ് ദർ ബയോളജി. അപ്പൊ ഈവനിങ് ടൈപ്സിനെ നമ്മൾ ഫോഴ്സ് ചെയ്യാറുണ്ട് അല്ലേ? രാവിലെ എഴുന്നേക്കാനൊക്കെ ഫോഴ്സ് ചെയ്യാറുണ്ടല്ലോ. ലീഡിങ് ടു ഹയർ സ്ട്രെസ് ആൻഡ് പുവറർ ഹെൽത്ത് ഔട്ട്കംസ്. അത് അവർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയും ഹെൽത്ത് ഔട്ട്കം പുവർ ആക്കുകയും ചെയ്യുന്നു. മാനേജിങ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ഒരു പക്ഷി കുട്ടിയെ പഠിപ്പിക്കുന്നത് കണ്ടല്ലോ വളരെ ശ്രദ്ധയോടെ. അപ്പൊ നമ്മൾ മാനേജിങ് നൈറ്റ് ഔൾ
ചിൽഡ്രൻ ഫോർ മോർണിംഗ് സ്കൂൾ. മോർണിംഗ് സ്കൂളിലേക്ക് നൈറ്റ് ഔൾ ചിൽഡ്രനെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഷിഫ്റ്റ് ബെഡ് ടൈം സ്ലോലി. നമ്മൾ ബെഡ് ടൈം കുറച്ച് പുറകോട്ടാക്കണം. എങ്ങനെ? ഒറ്റയടിക്ക് 10 മണിക്ക് കിടക്കുന്ന കുട്ടിയോട് 8 മണിക്ക് കിടക്കാൻ പറയരുത്. 10-15 മിനിറ്റ് പുറകോട്ട് പതുക്കെ പതുക്കെ വളരെ സാവകാശത്തിൽ പുറകോട്ട് കൊണ്ടുവന്ന് എടുക്കണം. ആദ്യത്തെ 3 ദിവസം 10 മിനിറ്റ് പുറകോട്ടാക്കുക, അടുത്ത 3 ദിവസം ഒരു 10 മിനിറ്റും കൂടി പുറകോട്ടാക്കുക. അങ്ങനെ വളരെ പതുക്കെ വളരെ സപ്പോർട്ടീവായിട്ട് വേണം അത് ചെയ്യാൻ, സ്ട്രെസ് ഇല്ലാതെ. മോർണിംഗ് സൺലൈറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വൈക്കിംഗ്. നമ്മൾ ഒരു കുറച്ച് ഇരുട്ടുള്ള മുറിയിൽ കിടന്നാലേ ഉറക്കം കിട്ടുള്ളല്ലോ. നമ്മൾ കിടക്കുന്ന മുറി ഇരുട്ടാണല്ലോ. അപ്പം കുട്ടിയെ എഴുന്നേൽപ്പിച്ച ഉടനെ എഴുന്നേക്കേണ്ട ടൈമിലേക്ക് കർട്ടൻ മാറ്റുക. അപ്പം സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ, സൺലൈറ്റ് കാണുമ്പം കുറച്ച് പെട്ടെന്ന് ഒരു ഉഷാറ് വരും. നോ സ്ക്രീൻസ് 1 hour ബിഫോർ ബെഡ്. 1 മണിക്കൂർ മുമ്പേ സ്ക്രീനൊക്കെ ഓഫാക്കുക. അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. ക്രിയേറ്റ് എ കാമിങ് ബെഡ് ടൈം റുട്ടീൻ. നമുക്ക് സ്ഥിരമായ ഒരു റുട്ടീൻ, വളരെ സമാധാനത്തിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉറങ്ങുന്ന കാര്യത്തിൽ. പ്രിപ്പയർ സ്കൂൾ ഐറ്റംസ് അറ്റ് നൈറ്റ്. സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ബാഗ്, എല്ലാ സാധനങ്ങളും രാത്രി തന്നെ അടുക്കി വെക്കാൻ ശീലിപ്പിക്കുക. ക്വിക്ക് മോർണിംഗ് സ്ട്രെച്ച് ടു ബൂസ്റ്റ് അലേർട്ട്നെസ്. രാവിലെ എഴുന്നേറ്റാൽ ഒരു മോർണിംഗ് സ്ട്രെച്ച്, ഒരു മിനിറ്റ് ആയാലും മതി, 2 ചാട്ടം ചാടിയാൽ മതി. അങ്ങനെ ഒരു പതുക്കെ വളരെ എന്താ പറയുക, സപ്പോർട്ടീവായിട്ട് അവർ എന്തെങ്കിലും നമുക്ക് തമാശ പോലെ പറഞ്ഞ് അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റും. വീക്കെൻഡ് വേക്കപ്പ് ഡിഫറൻസ് 1 hour. ശനിയാഴ്ച ഞായറാഴ്ച സ്കൂളില്ലാത്ത ദിവസം കൂടുതൽ സമയം കിടക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും, ഇല്ലേ മാഡം? കുട്ടികൾ അങ്ങനെയല്ലേ? യെസ്, അപ്പം തീർച്ചയായും. ഞാൻ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞാനങ്ങ് കിടന്നോട്ടെ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുമല്ലോ സാധാരണ. ഇപ്പം 12 മണിക്കാ കുട്ടികൾ എഴുന്നേൽക്കുക. അത് പാടില്ല. 1 മണിക്കൂറൊക്കെ കൊടുക്കാവുള്ളൂ. സ്കൂളിൽ പോകുന്നതിനെക്കാട്ടിലും 1 മണിക്കൂർ കൂടുതൽ ഒട്ടും കൊടുക്കരുത്. അത് വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതങ്ങ് നടന്നോളും. സ്ട്രോങ് പോയിന്റ്സ്. ഹൂ പെർഫോംസ് ബെറ്റർ. പെർഫോമൻസ് ഡിപ്പെൻസ് ഓൺ ടാസ്ക് ടൈപ്പ്. ടാസ്കിനനുസരിച്ചാണ് പെർഫോമൻസ് നന്നാവുക. മോർണിംഗ് ടാസ്ക് ഏർലി ബേർഡ്സ്. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ ഏർലി ബേർഡ്സ് ചെയ്താലാണ് ശരിയാവുക. ക്രിയേറ്റീവ് പ്ലസ് പ്രോബ്ലം സോൾവിങ് നൈറ്റ് ഔൾസ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും പ്രോബ്ലം സോൾവിങ് കുറച്ച് പതുക്കെ ചെയ്യാവുന്നതാണല്ലോ. പ്രോബ്ലം സോൾവിങ് ഒറ്റയടിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് നൈറ്റ് ഔൾസിനാണ് എളുപ്പം. കൺസിസ്റ്റന്റ് പ്രൊഡക്ടിവിറ്റി ബിയേഴ്സ്. പ്രൊഡക്ടിവിറ്റി ബിയേഴ്സിനാണ് കൂടുതൽ സ്ഥിരമായ. ഐഡിയ ജനറേഷൻ പ്ലസ് ഇന്നവേഷൻ വൂൾസ് ഡോൾഫിൻസ്. ഇവരാണ് ഐഡിയ ജനറേഷനും ഇന്നവേഷനും പറ്റിയ ആൾക്കാർ. ഡോക്ടർ ബ്യൂസ് ബെസ്റ്റ് ഷെഡ്യൂൾ ഫോർ ഈച്ച് ടൈപ്പ്. ഓരോ ടൈപ്പിനുമുള്ള ശരിയായ ഷെഡ്യൂൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ഡോക്ടർ ഡിഫറെൻറ്റ് ഷെഡ്യൂൾസ്. ലയൺസ് വർക്ക് 6 AM to 2 PM. അവർ 6 മണി മുതൽ 2 മണി വരെ ജോലി ചെയ്താലാണ് ക്രിയേറ്റിവിറ്റി കൂടുതലുണ്ടാവുക. ബിയേഴ്സ് 9 AM 5 PM. വൂൾസ് 12 PM 10 PM. ഡോൾഫിൻസ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. ഡോൾഫിന് അവരുടെ ഒരു നിശ്ചിത കറക്റ്റ് ടൈമില്ല, അവർക്ക് ഫ്ലെക്സിബിൾ ആണ്. കൺക്ലൂഷൻ. അണ്ടർസ്റ്റാൻഡ് യുവർ റിതം. യൂസ് യുവർ നാച്ചുറൽ പീക്ക് ടൈംസ്. ബോത്ത് ടൈപ്സ് ക്യാൻ എക്സൽ. അണ്ടർസ്റ്റാൻഡിങ് യുവർ സ്ലീപ്പ് ക്രോണോടൈപ്പ്. ഇതിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ആർക്കെങ്കിലും ഒക്കെ അവരവരുടെ ക്രോണോടൈപ്പ് മനസ്സിലായോ? ഞാൻ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ, നമ്മുടെ രാജ്യം നന്നാവാൻ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ തിരുക്കുറളിൻ്റെ ഭാഷയാണ്, കുറച്ച് ശ്രദ്ധിച്ച്
കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ஜப்பான்ல இப்படி இருக்காங்கன்னு பாருங்க. கவர்மெண்ட் ஆபீஸ் 8:30 மணிக்கு ஓபன் ஆகுதுன்னா எல்லா ஸ்டாஃபும் 8:25 அவங்க சீட்ல ரெடியா உட்கார்ந்திருப்பாங்க. அதாவது பொதுமக்கள் ஆபீஸ்க்குள்ள நுழையறதுக்கு முன்னாடியே பேப்பர், பென், இங்க்னு எல்லாத்தையும் ரெடியா வச்சுட்டு உட்கார்ந்துட்டு இருக்கணும். டீ பிரேக், காஃபி பிரேக், லஞ்ச் பிரேக்னு எந்த பிரேக்கா இருந்தாலும் யார் இருந்தாலும் இல்லனாலும் வேலை நடந்துகிட்டே தான் இருக்கும். ஏன்னா ஜாப்பனீஸ் எம்ப்ளாயிஸ் ஷிஃப்ட் பேசிஸ்ல தான் பிரேக்கே எடுக்கிறாங்கன்றதால எல்லா வேலையும் நிக்காம நடந்துகிட்டே தான் இருக்கு, பிரேக்கே இல்லாம. இதை விட ஸ்பெஷல் என்னன்னா உள்ள போன உடனே யாருக்கு என்ன வேணும்னு கேட்டு ஹெல்ப் பண்றதுக்காகவே ஒருத்தர் நின்னுட்டு இருப்பாரு. நம்ம உள்ள நுழைஞ்ச உடனே சிரிச்ச முகத்தோட பணிவா குட் மார்னிங்லாம் சொல்வாங்கன்னா பாத்துக்கோங்களேன். அண்ட் இங்க பாருங்க, குழந்தைய படுக்க வைக்கிறதுக்காகவே தொட்டில் முதற்கொண்டு வச்சிருக்காங்க. இன்னைக்குமே ஜப்பான்ல கவர்மெண்ட் வேலை அப்படின்னா அது மக்களுக்கு சேவை பண்ற வேலையா தான் பாக்குறாங்க. ஜப்பான்ல இருந்து புல்லட் ட்ரெயின் எல்லாம் கொண்டு வரும். அப்படியே இந்த மேனஸும் பங்க்சுவாலிட்டியும் கொண்டு வந்துட்டா நல்லா இருக்கும்ல. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഓഫീസുകളിലൊക്കെ നമ്മുടെ ഇവിടെയുള്ള ഓഫീസുകളിലൊക്കെ ചെന്നാൽ അവർ 10:30 ഓഫീസിൽ വരുന്നു, 11:30 ചായ കുടിക്കാൻ പോകുന്നു, 12:30 ഭക്ഷണം കഴിക്കാൻ പോകുന്നു, 2 മണി 2:30 ആകുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നു, ചായ കുടിക്കാൻ പോകുന്നു, അപ്പോഴത്തേക്ക് 5 മണിയാവുന്നു, വീട്ടിൽ പോകും. ഏകദേശം അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ടീ ബ്രേക്ക് പോലും അവർ ഓൾട്ടർനേറ്റീവായിട്ട് വേറൊരാൾ അവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ടീ കുടിക്കാൻ പോകുന്ന പരിപാടിയല്ല. അവിടെ ജനങ്ങൾ വരുമ്പോൾ അവിടെ ആളുണ്ടാവണം. അതിനനുസരിച്ച് ശ്രദ്ധിച്ചാണ് ഊഴവിട്ടാണ് ടീ ബ്രേക്ക് പോലും എടുക്കുന്നത്. മനസ്സിലായി തോന്നുന്നു അല്ലേ? മാഡം മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, ഒന്നും ഒരു വക മനസ്സിലായില്ല. ഇത് ഒന്നുകൂടെ കേൾപ്പിക്കണം. அதோட கேட்பீங்க. ஜப்பான்ல இப்படி இருக்காங்கன்னு பாருங்க. கவர்மெண்ட் ஆபீஸ் 8:30 மணிக்கு ஓபன் ஆகுதுன்னா எல்லா ஸ்டாஃபும் 8:25 அவங்க சீட்ல ரெடியா உட்கார்ந்திருப்பாங்க. அதாவது பொதுமக்கள் ஆபீஸ்க்குள்ள நுழையறதுக்கு முன்னாடியே பேப்பர், பென், இங்க்னு எல்லாத்தையும் ரெடியா வச்சுட்டு உட்கார்ந்துட்டு இருக்கணும். டீ பிரேக், காஃபி பிரேக், லஞ்ச் பிரேக்னு எந்த பிரேக்கா இருந்தாலும் யார் இருந்தாலும் இல்லனாலும் வேலை நடந்துகிட்டே தான் இருக்கும். ஏன்னா ஜாப்பனீஸ் எம்ப்ளாயிஸ் ஷிஃப்ட் பேசிஸ்ல தான் பிரேக்கே எடுக்கிறாங்கன்றதால எல்லா வேலையும் நிக்காம நடந்துகிட்டே தான் இருக்கு, பிரேக்கே இல்லாம. இதை விட ஸ்பெஷல் என்னன்னா உள்ள போன உடனே யாருக்கு என்ன வேணும்னு கேட்டு ஹெல்ப் பண்றதுக்காகவே ஒருத்தர் நின்னுட்டு இருப்பாரு. நம்ம உள்ள நுழைஞ்ச உடனே சிரிச்ச முகத்தோட பணிவா குட் மார்னிங்லாம் சொல்வாங்கன்னா பாத்துக்கோங்களேன். அண்ட் இங்க பாருங்க, குழந்தைய படுக்க வைக்கிறதுக்காகவே தொட்டில் முதற்கொண்டு வச்சிருக்காங்க. இன்னைக்குமே ஜப்பான்ல கவர்மெண்ட் வேலை அப்படின்னா அது மக்களுக்கு சேவை பண்ற வேலையா தான் பாக்குறாங்க. ஜப்பான்ல இருந்து புல்லட் ட்ரெயின் எல்லாம் கொண்டு வரும். அப்படியே இந்த மேனஸும் பங்க்சுவாலிட்டியும் கொண்டு வந்துட்டா நல்லா இருக்கும்ல. ജപ്പാനിൽ നിന്ന് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനും അവരുടെ ഹോമിയോ ആരി അവരുടെ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ പങ്ക്ച്വാലിറ്റി ആണ്, ഡിസിപ്ലിനുമാണ് നമ്മൾ അനുകരിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ സാറേ? കുറച്ചുകൂടെ മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഈ പ്രസന്റേഷൻ ഏകദേശം അവസാനിച്ചു. അപ്പോൾ ഞാൻ ഒരു ചോദിക്കട്ടെ, ഇവിടെ എല്ലാവർക്കും സ്റ്റോപ്പ് ഷെയർ അവരവരുടെ ക്രോണോടൈപ്പ് മനസ്സിലായോ? ഈ എടുത്തതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയോ? ഇല്ലെങ്കിൽ ഞാനൊരു 10 ചോദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്രോണോടൈപ്പ് മനസ്സിലാക്കാനുള്ളത്. സമയമുണ്ടോ സാറേ? പിന്നെ തീർച്ചയായും. അപ്പം ഒന്നാമത്തെ ചോദ്യം, ഇത് ക്രോണോടൈപ്പ് കണ്ടുപിടിക്കാനുള്ളതാണ്. വെൻ ഡു യു നാച്ചുറലി വേക്കപ്പ് ഓൺ ഹോളിഡേയ്സ്? അലാറം ഇല്ലാതെ നിങ്ങൾക്ക് ഹോളിഡേയ്സിൽ എപ്പോഴാണ് എഴുന്നേക്കാൻ പറ്റുന്നത്? അതോ ടൈം പറയണോ? സർ, ടൈം പറയണോ അതോ? ഇല്ല, ഞാനിവിടെ ടൈം പറയാം സർ. 4 ടൈം പറയാം. അതിൽ അവരവരുടേത് എഴുതി വെച്ചാൽ മതി. ബിഫോർ 6 AM ലയൺ ആണ്. 6 to 8 AM ബിയർ ആണ്. 8 to 10 AM വൂൾഫ് ആണ്. നോ ഫിക്സഡ് പാറ്റേൺ ഡോൾഫിൻ ആണ്. അടുത്തത് പറയട്ടെ സർ. യെസ്. വെൻ ഡു യു ഫീൽ യുവർ ബെസ്റ്റ് എനർജി ഓഫ് ദ ഡേ? മോർണിംഗ് ആണെങ്കിൽ അയൺ, മിഡ് ഡേ ബിയർ, ഈവനിങ് നൈറ്റ് വൂൾഫ്, റാൻഡം അൺപ്രഡിക്റ്റബിൾ ഡോൾഫിൻ.
Third one. Continue ചെയ്തോട്ടെ. Yes, yes. When does your mind feel that sharpest and most creative? Early morning, late morning, evening, late night. നാലെണ്ണമായില്ലേ? Early morning, late morning, evening, late night. Next, fourth one. How easy is it for you to wake up early? Very easy. Second one, okay. Third one, difficult. Fourth one, almost impossible. Fifth question. How easy is it for you to stay awake late at night? First answer, hard. Second, manageable. Third, easy. Fourth, I become most alive at night. Sixth question. How consistent is your sleep schedule? First answer, very consistent. Mostly consistent. Frequently irregular. Completely irregular. Seventh question. If you had complete freedom, what would your ideal sleep time be? Sleep 9 p.m., wake 4 to 5 a.m. ഒന്നാമത്തെ ലയൺ ചെയ്യുന്നതാണ്, ലയണാണ്. 11 p.m., 7 a.m. 11 p.m. ഉറങ്ങുന്നു, 7 a.m. ബിയറാണ്. 12 to 1 a.m. ഉറങ്ങുന്നത്, 9 a.m. വൂൾഫാണ്. Changing every day. Fourth answer, changing every day. Do you feel sleepy in the afternoon? വൂൾഫ് റെയർ ആയിട്ട് സ്ലീപ്പ് ചെയ്യുള്ളൂ, റെയർലി. ബിയർ സംടൈംസ്. ലയൺ ഓഫൺ. ഡോൾഫിൻ അൺപ്രഡിക്റ്റബിളി. Ninth question. When do you enjoy doing important tasks? Early morning, lion. Mid morning, bear. Evening, wolf. Depends, sometimes anxious, dolphin. Dolphin അങ്ങനെ ഒരു കൃത്യനിഷ്ഠ കുറവാണ്. 10th question. Do you have trouble sleeping because your mind won't stop thinking? Do you have trouble sleeping because your mind won't stop thinking? First answer, rarely. Second answer, often. Third answer, only at night. ഡോൾഫിന് ഇങ്ങനത്തെ കൃത്യത ഇല്ല. അപ്പൊ ഇതില് 10 ക്വസ്റ്റ്യനില് ഭൂരിഭാഗം ആൻസേഴ്സും എ ആണെങ്കിൽ, ഒന്നാമത്തെ ആൻസർ ആണെങ്കിൽ ലയൺ ആണ്, ഡിസിപ്ലിൻഡ് ആണ്, മോർണിംഗ് എനർജി ആണ്. ബി ആൻസർ ആണെങ്കിൽ ബിയർ ആണ്, നാച്ചുറൽ ആണ്, 9 to 5 വർക്കേഴ്സ് ആണ്. If mostly C answers, wolf, night owl, evening energy, creative. If mostly D answers, dolphin, light sleeper.
irregular sleep, anxious thinkers. ഇപ്പം ഏകദേശം എല്ലാവർക്കും ഏതെങ്കിലും ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കണമെങ്കിൽ പറയാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഏകദേശം ആൻസർ കിട്ടിക്കാണും. കാരണം പാറ്റേൺസ് ഒന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? സർ യെസ്, ഞാൻ 10 എനിക്ക് 8 ആൻസറുകളും വോൾഫിൻ്റെയാണ്. അപ്പൊ ഈവനിങ് നൈറ്റ് ഔളാണ് നിശാമോഹ. നൈറ്റ്. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തൊരു കോൺഫ്ലിക്റ്റ് വന്നത് 6ാമത്തെ ചോദ്യവും 10ാമത്തെ ചോദ്യവും എനിക്ക് ലയണിന്റെ ഇതാണ് കിട്ടിയത്. അത് ഭൂരിപക്ഷം പറയുന്നുള്ളൂ സർ. ആ. പിന്നെ മോസ്റ്റ്ലി കൂടുതൽ ആൻസേഴ്സ് ഏതാണോ വരുന്നത് 8 ഇത് തന്നെയാണ് 8 വന്നപ്പോ പിന്നെ ഒന്നും പേടിക്കാനില്ല. പഠിക്കാൻ. അത് തന്നെയാണ് കാരണം അത് എന്തുകൊണ്ട് അത് മാറ്റണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം മോർണിംഗ് ഒരു മെഡിറ്റേഷനൊക്കെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം പോക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ അതാണത്. പക്ഷെ അത് പുതിയൊരു സ്റ്റഡിയും കൂടെ ഉണ്ട് അല്ലെ? ആ സ്റ്റഡി മാം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജിന്റെ അത് പറഞ്ഞു. ഇമ്പീരിയൽ കോളേജ് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ നൈറ്റ് ഔൾസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഉറക്കത്തിന് അങ്ങനെ സമയമില്ല. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം എടുക്കുക. എല്ലാവരും എക്സലന്റ് ആണ് എന്ന് തന്നെയാണ് അതിൻ്റെ അകത്തും പറയുന്നത്. എല്ലാവരും എക്സലന്റ് ആണ്. അതെ, രാത്രി ഉറങ്ങാതെ നോക്കിയിരിക്കുന്നവരുണ്ട്, പേടിക്കാനൊന്നുമില്ല എന്നൊരു ആശ്വാസം മാത്രമേ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുള്ളൂ പുതിയ പഠനങ്ങൾ അനുസരിച്ച്. ഓക്കെ, അമർജ്യോതി മാം പറയും. യെസ്. കല്യാണോ പുലിയാണോ എന്ന് അറിയാൻ. ഞാൻ ഇതാണ് ലയൺ ആണ്. 10 പോയിന്റ് ലയണിന്റെ കിട്ടിയത്. ഞാൻ ഏർലി ബേർഡാണ്. എനിക്ക് ഏർലി ആണെങ്കിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വളരെ പകൽ ചെയ്യുന്നതിനേക്കാൾ ഉച്ചശേഷം ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റിൽ രാവിലെ ചെയ്യാൻ പറ്റും. അതാണ് മാം ഇടയ്ക്കിടയ്ക്ക് വരാത്തത്. വൈകുന്നേരം വൈകുന്നേരം ടയർഡാവും. അപ്പോ അതെനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതാ. അച്ഛൻ അങ്ങനെയായിരുന്നു. അച്ഛൻ ഏർലി ബേർഡാണ്. അച്ഛൻ ഞങ്ങൾ എല്ലാവരും എങ്ങനെ ശീലിപ്പിച്ച്. അപ്പൊ ഞാൻ എന്റെ മക്കളെ അങ്ങനെ ശീലിപ്പിച്ച്. അവരൊക്കെ ഹോളിഡേയ്സ് ആണ്, അവര് നേരത്തെ എണീക്കും. അവരെ ഭാര്യമാരൊക്കെ ലേറ്റ് ആയിട്ട് എണീക്കാന്ന്. പക്ഷെ അവര് നേരത്തെ എണീക്കും. അത് ആദ്യമുള്ള ശീലാണത്. പിന്നെ മാഡം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ എക്സലൻസിയില് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് മനുഷ്യന്റെ ഓരോ കഴിവനുസരിച്ചാണ്. പക്ഷേ ആരോഗ്യത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലത് നമ്മൾ ആ നാച്ചുറൽ രാത്രി ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക. ആ ഷെഡ്യൂളുള്ള ആൾക്കാരാണ് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുക. കാരണം ആരോഗ്യ പ്രശ്നം ഇതിൽ ഡോക്ടർ പറയുന്നുണ്ട് മാം. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. അത് ശരിക്കും എത്രയോ ആൾക്കാര് ഈ നൈറ്റില് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാര്, എത്രയോ ആൾക്കാര് നേരത്തെ ഈ ലോകം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര അച്ചീവേഴ്സ് ഇന്റർവ്യൂ നടത്തിയപ്പോ അവര് ഒരാള് ബോംബെയിലുള്ള ഒരാള് ഭയങ്കര ഏതോ വലിയ കമ്പനീന്റെ സിഇഒ ആണ്. അപ്പൊ ആ ഇന്റർവ്യൂ ചോദിച്ചാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയ പൊസിഷനിലെത്തി? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ ഉറക്കിനെയാണ് ഞാൻ കളഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ഇതിലെത്തിയത്. പക്ഷെ ആ പയ്യൻ 43-ാമത്തെ വയസ്സിലെങ്ങാൻ അറ്റാക്ക് ആയിട്ട് മരിച്ചു. അങ്ങനെ എത്രയോ ആൾക്കാർ എനിക്കറിയാം. ഓവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, രാത്രി ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയില്ല. ആ ഒരു സത്യം ഉണ്ട് എന്നുള്ള സംശയം. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ടോപ്പിക്കാണ് എടുത്തത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാബു സാർ. ഓക്കെ, താങ്ക് യു. രാജു സാർ, റോയ് സാർ പറയൂ ആദ്യം. റോയ് സാർ അൺമ്യൂട്ട് ചെയ്യും. ഈ 10 മെജോറിറ്റി ബിയറിന്റെ ആണ്, പിന്നെ ലയണിന്റെ. 9 to 5 ആണ് അല്ലേ? അതെ, 9 to 5 11 to 7 ഏർലി ബേർഡ് 7 PM സാധാരണ ഏർലി ബേർഡ് തന്നെയാണ് അല്ലേ സാർ? പിന്നെ ആരും വിളിക്കുമെന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാഡം പറഞ്ഞതുപോലെ എപ്പോൾ വേണേലും എഴുന്നേക്കാനും പറ്റും, ആരും വിളിക്കണമെന്നില്ല. പക്ഷേ റെഗുലർ ആയിട്ടുള്ളത് ഈ ബിയറിൻ്റെ ഇതാണ്. ഏതായാലും ഇങ്ങനെ ഒരു അനലൈസ് ചെയ്യാൻ പറ്റിയത് ഒരു ചെറിയ ഇത് തോന്നുന്നു എനിക്ക്. ഈ അനലൈസ് ചെയ്യാൻ പറ്റിയോണ്ടാണല്ലോ നമ്മളുടെ ഈ ഇതിനെ കുറിച്ച് ഒരു ക്രിറ്റിസിസം ചെയ്യാനായിട്ട് സാധിക്കുന്നത് തന്നെ ഇപ്പൊ ഇതിനോട് പറഞ്ഞത്. ഓക്കെ മാഡം. ഈ അമർജ്യോതി മാം പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഉറക്കം നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. കാരണം ഒരു ഡെയിലി മോർണിംഗ് ജോലിക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അവിടെ ഒട്ടും പ്രോബ്ലം. ഉറക്കം ഈസ് വെരി എസെൻഷ്യൽ. ഉറക്കത്തെയാണ് എല്ലാവരും കോംപ്രമൈസ് ചെയ്യുന്നത്, അല്ലേ? ഉറക്കത്തെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഹെൽത്ത് ടോട്ടലി ഫെയിൽ ആവും. രവി സാറേ പറ. സർ, താങ്ക് യു. അമിന മാഡം വളരെ നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു. വളരെ പുതുമയുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയധികം ഒന്നും അറിവില്ലാത്ത ഒരു കാര്യങ്ങളാണ് മാഡം പറഞ്ഞത്. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അതുപോലെ ജോലി ചെയ്യുന്ന സമയമൊക്കെ ഈ നൈറ്റ് ഹോളായിരുന്നു. അതായത് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇവിടെ 5 വർഷമായി റിട്ടയർ ആയിട്ട് ഇവിടെ തിരിച്ചു വന്നപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ മോർണിംഗിൽ യോഗ ആൻഡ് മെഡിറ്റേഷന് ചേർന്നു. അത് 4:30 4:30 അപ്പോൾ 4:30 ആകുമ്പോൾ 4 o'clock എഴുന്നേൽക്കേണ്ടിയിരുന്നു. 4:30 തൊട്ട് 6:30 വരെ ഞാൻ ഈ പറയുന്ന മെഡിറ്റേഷന് ശേഷം ഇടയ്ക്ക് 5:30 തൊട്ട് 6:30 വരെ ഇത് ഇംഗ്ലീഷ് സെഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇംഗ്ലീഷ് സെഷനിൽ കയറും. പിന്നെ കഴിഞ്ഞ് 6:30 തൊട്ട് 8:30 വരെ രാവിലെ ഡെയിലി ഒരു സെമിനാറുണ്ട്, പോസിറ്റീവ് കമ്മ്യൂണിറ്റി സെമിനാറുണ്ട്, അതിലിരുന്നു. പിന്നെ ഇങ്ങനെ നടക്കാൻ പോകും. കുറച്ച് നേരം നടക്കാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഭയങ്കര ക്ഷീണമാണ് എനിക്ക്. പിന്നെ ഈ പറയുന്ന ഉച്ചവരെ എനിക്കൊന്നും നടക്കില്ല. ഉച്ചവരെ ഞാൻ ഉറങ്ങത്തുമില്ല. ഇങ്ങനെ പകുതി ഉറക്കത്തിൽ ഇങ്ങനെ ജസ്റ്റ് സമയം വെറുതെ നശിപ്പിച്ച് ചിലപ്പം TV കണ്ടുകൊണ്ടിരിക്കും. പിന്നീട് ഉച്ച കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഇതാകുന്നു. ഉച്ച കഴിഞ്ഞ് ചെറിയ ഉറക്കം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഊണ് കഴിഞ്ഞ് ഇച്ചിരി ഉറക്കം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ പറയുന്ന ഒരു എനർജി ഉണ്ടാകുന്നത്. ഞാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണോ എനിക്കറിയില്ല, അപ്പോടെ ഒരു വലിയ ക്ഷീണമായപ്പോൾ എനിക്ക് ആരോഗ്യം കുറച്ചൊന്ന് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ അനുഭവം. ഞാനിത് കുറച്ചുകൂടി ഒന്നുകൂടി ഇത് കേട്ടിട്ട് ഇത് തീർച്ചയായിട്ടും ഇതിനെ ക്രമീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം. എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടി. തീർച്ചയായും അതനുസരിച്ച് എന്നെ തന്നെ ചേഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു സാബു സാർ. സാർ, ആ ചേഞ്ച് ഒരുപക്ഷെ ബോഡി അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം പ്രോബ്ലം ആയിരിക്കും സാർ. രണ്ടും റിവേഴ്സ് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആയി. നൈറ്റ് ഹോളിൽ കിടന്നിട്ട് നേരെ വന്ന് എന്തിലേക്ക് മാറി, ലൈനിലേക്ക് മാറി. അപ്പം ബോഡിയും കൂടെ അല്ലേ, മനസ്സ് ചെറുപ്പമാണെങ്കിലും ബോഡി ശരീരം അനുവദിക്കുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. ഓക്കെ, തീർച്ചയായും അതൊരു പഠനം നടത്തിക്കൊള്ളു. മനസ്സിനാണ് കൂടുതൽ ക്ഷീണം. സാറിന് കൂടുതൽ ക്ഷീണം മനസ്സിനാണ്, ശരീരത്തിനല്ല. അത് ഞാൻ ഉറങ്ങിയില്ല, ഉറക്കം കുറവാണെന്ന് മനസ്സിന് തോന്നിയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എളി ബേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എളി ബേഴ്സിലാ ഭൂരിപക്ഷം വരുന്നത്. അത് കഴിഞ്ഞ് ലയണിൽ വന്നു, അതാണ് എളി ബേഴ്സ് ആണ്. കാരണം അവരെ കുറിച്ച് മനസ്സിലാക്കാൻ നല്ലൊരു അവസരം കിട്ടി. നല്ല ക്ലാസ് ആയിരുന്നു. വേങ്ങൽ സാറിനെ വിളിക്കാവോ? വേങ്ങൽ സാർ കേൾക്കാമോ? വേങ്ങൽ സാർ, ഇന്ദിര മാം, കുഞ്ഞോയി മാസ്റ്റർ ഒക്കെ പറയാം കേട്ടോ. ശ്രീകുമാരി മാം, ജോർജ് സാർ, സുധോധനൻ ഡോക്ടർ, പ്രിൻസ്. അവര് രഹസ്യം പറയാൻ തയ്യാറല്ല. വേങ്ങൽ സാർ, സുധോധന സാർ പറയുമല്ലോ. വരുന്നുണ്ട്, വരട്ടെ. പറയാം. ഞാൻ ലയണാണ്. 9 ലയണും പിന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ പ്രധാന കാര്യം നമ്മുടെ ചൊട്ടയിലെ ശീലമാണ്. ചൊട്ടയിലെ ശീലം എന്ന് പറഞ്ഞാൽ വീട്ടിലെ അമ്മമാരും ഒക്കെ നമ്മളെ ശീലിപ്പിക്കുന്നത്. പഠിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ നേരത്തെ വിളിച്ചുണർത്തി പഠിക്കാനിരുത്തുകയൊക്കെ ചെയ്താൽ അത് ശീലമാവും. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഒബ്സർവ് ചെയ്തത്, ഈ ഫുഡ് പാറ്റേണും നമ്മുടെ സ്ലീപ്പിങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ ഞങ്ങളുടെ പാലക്കാട് കൽപ്പാത്തിയിൽ ബ്രാഹ്മിൺസിൻ്റെ ഒക്കെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിയുള്ളവരും വലിയ ജോലിയിലൊക്കെ ഉള്ളവരും ഉണ്ട്. അവരെല്ലാം തന്നെ 4 മണിക്ക് ഉണർന്ന് പുഴയിൽ കുളിച്ച് അമ്പലത്തിൽ പോയി, അങ്ങനെ ഈ ഏർലി ബേർഡ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനുണ്ട്, അച്ഛൻ്റെ ഒരു 4 തലമുറ ഒന്നിച്ചൊരു വീട്ടിലൊക്കെ താമസിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. 100-110 വയസ്സ് വരെയുള്ളവർ. അതേ പാറ്റേൺ ആണ് ജപ്പാനിലും കണ്ടത്. ഏർലി മോർണിംഗ് എല്ലാവരും ഉണരുകയും പബ്ലിക് പ്ലേസിൽ പോയി അവർ യോഗ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പം അറിയാലോ, ടെക്കികളെ സംബന്ധിച്ചിടത്തോളം US കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രി ഉണർന്നിരുന്നേ പറ്റുള്ളൂ. പകൽ കടന്ന് ഈ ബയോളജിക്കൽ ക്ലോക്കിനെ തകിടം മറിച്ചുകൊണ്ട് കിടക്കുക. പിള്ളേരൊക്കെ വല്ലാതെ ആരോഗ്യം മോശമായവരും ഒക്കെ ആയിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ ഈ പണ്ട് നമ്മൾ കാണാറില്ലേ, നാട്ടിൻപുറത്തെ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും നേരം വെളുക്കുന്നതിന് മുന്നേ
ഒരു വലിയ ഉറക്കം കഴിഞ്ഞാൽ അങ്ങ് ഉണരും. അത് കഴിഞ്ഞാൽ ചായക്കട തുറക്കാനായിട്ട് കാത്തിരിക്കും. എന്നിട്ട് 4-4:30 ആകുമ്പോഴത്തേക്ക് എണീറ്റ് ചായക്കടക്കാരനത് തുറക്കുമ്പോഴത്തേക്ക് ഒരു കട്ടൻ ചായ കുടിക്കാനൊക്കെയാണ് അവരവിടെ പോയി ഇരുന്നിട്ട് വളരെ നേരം വെളുക്കുന്നവരെ പത്രം വായിക്കുകയോ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് അവർ തിരിച്ചു വരുന്നതും ഒക്കെ കാണാം. പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, അതേപോലെ തന്നെ നമ്മുടെ ജോലി, ഇങ്ങനെയുള്ളതിനെയൊക്കെ ആശ്രയിച്ച് നമ്മൾ ഈ ശരീരത്തിനെ ക്രമീകരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ലയനായിട്ട് മാറുകയൊക്കെ ചെയ്താൽ വലിയ പ്രശ്നമാണ്. ശരീരം അത് സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്കാലത്തെ അമ്മമാര് കുഞ്ഞുങ്ങളെ നേരത്തെ എണീക്കാനൊക്കെ പഠിപ്പിച്ചാൽ അത് നന്നായിരിക്കും. അപ്പൊ ബാംഗ്ലൂരിലാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ ബസ്സുകളെല്ലാം മിക്കവാറും 7-7:15 വന്ന് പിള്ളേരെ എടുത്തുകൊണ്ട് പോവാണ്. എൻ്റെ പേരക്കുട്ടി ചെറിയ കുഞ്ഞ് രാവിലെ 6:45 സ്കൂൾ വാൻ വരും. അതിൽ കയറ്റി വിടാൻ വേണ്ടി 6 മണിക്ക് ഉണർത്തി ബ്രഷ് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് എന്തെങ്കിലും ഭക്ഷണവും കൊടുക്കുമ്പോൾ അത് ശീലമായി. 6 മണിയാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടി എണീക്കുകയും ചെയ്യും. പക്ഷെ ഞായറാഴ്ച ഈ സാറ്റർഡേ ആൻഡ് സൺഡേ ഈ പറഞ്ഞ പോലെ 8:30-9 വരെ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പേരൻസും അതേപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവരും ഈ സാറ്റർഡേ സ്കൂളില്ലല്ലോ എന്നുള്ള ഒന്നാണ്. അപ്പം പക്ഷെ കഴിയുന്നതും നമ്മുടെ ഈ പക്ഷെ അതിൽ വേറൊരു ഇതാണ്, നമ്മുടെ കെ ജയകുമാർ സാറ്, IAS ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്ന ജയകുമാർ സാറ്, പുള്ളി ദിവസവും 7:30 കഴിയുമ്പോൾ ഉറങ്ങും. 7:30 കഴിയുമ്പോൾ ഉറങ്ങിയിട്ട് 2 മണിക്ക് പുള്ളി ഉണരും. 2 മണിക്ക് പുള്ളി ഉണർന്നിട്ട് പുള്ളി കുളിച്ചിട്ട് ഈ നല്ല ഒരു അയൺ ചെയ്ത ഷർട്ടും മുണ്ടും, നല്ല കരയുള്ള മുണ്ടും ഷർട്ടും ധരിച്ചിട്ട് അദ്ദേഹം 2 മണി മുതലാണ് ഈ എഴുത്തും വായനയൊക്കെ നടത്തുന്നത്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ OISKയുടെ ഞങ്ങളുടെ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് പുള്ളി. അപ്പോൾ പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞാണ്, പുള്ളി 7:30-ക്ക് ഉറങ്ങും, എന്നിട്ട് പുള്ളി 2 മണിക്ക് ഉണരും. എന്നിട്ട് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ആ മനുഷ്യന്. പക്ഷെ ശാരീരികാരോഗ്യം അത്രത്തോളം ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ ആൾ വളരെ മെലിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സവിശേഷമായ ഒരു ഈ ടാലൻസ് ഉള്ള ഒരു ലോകത്തിന് സംഭാവന ചെയ്തവരെല്ലാം ഇവരാരും രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ MT വാസുദേവനാർക്ക് വീട്ടിൽ ഇരുന്നാൽ എഴുത്തു വരില്ല. അദ്ദേഹം ഒരു ഹോട്ടൽ ലോഡ്ജിൽ റൂം എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഈ രാത്രി വൈകുന്നവരെ എഴുതുകയും പിന്നെ അത് കഴിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങി ഉച്ചയ്ക്കേ ഉണരുള്ളൂ. അപ്പൊ അതേപോലെ ഓരോരുത്തരുടെ ഒരു ശരീരത്തിന് നമ്മൾ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നതനുസരിച്ചിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓമന മാം, നമ്മുടെ ശരീരം ഈ മനസ്സിനനുസരിച്ച് നിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അത് കുഞ്ഞിലെ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ, ഞാൻ ഈ ആദ്യം പറഞ്ഞ ചൊട്ടയിലെ ശീലം ചുടല വരെ, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളെ മക്കളെ എല്ലാവരും നേരത്തെ വിളിച്ചുണർത്തി നേരത്തെ ഈ എല്ലാവരും കൂടെ അടുക്കളയിൽ കയറി എല്ലാവരും കൂടെ പഠിക്കാണ്ടിരിക്കുകയും എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു ശീലമായതുകൊണ്ട് ഇപ്പൊ നമുക്ക് 5 മണിയായ ഉണർന്നേ പറ്റൂ. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനും ഭാര്യയോട് വർത്താനം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ കിടക്കും. അതും കഴിഞ്ഞിട്ട് 5:30-ക്ക് എണീക്കാതിരിക്കാൻ പറ്റില്ല. ശരീരത്തിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ഈ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ. പക്ഷെ ഇത്തിരി കൂടുതൽ ഉറങ്ങിയാൽ ആരോഗ്യം കൂടുകയല്ല ചെയ്യുന്നത്, ക്ഷീണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫുഡ് വളരെ പ്രധാനമാണ്. ഈ വൈകുന്നേരം നമുക്കറിയാം ഹോട്ടലുകളിലൊക്കെ പോയിട്ട് വീക്കെൻഡിൽ നല്ല ഒന്നാന്തരം ഈ നോൺ വെജിറ്റേറിയൻ ജങ്ക് ഫുഡൊക്കെ കഴിച്ച്, അതുപോലെ മദ്യപാനികൾ മദ്യമൊക്കെ കുടിച്ച് രാത്രി ക്ലബിലൊക്കെ പോയി റമ്മിയൊക്കെ കളിച്ച് ചീട്ടും കളിച്ചിട്ട് ഈ പറഞ്ഞ വരുന്നവർ ഉച്ചവരെ കിടന്നങ്ങ് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരീരത്തിന് എന്തുമാത്രം ഹാനികരമാണെന്നുള്ളത് നമുക്ക് അറിയാം. അവരുടെയൊക്കെ ഈ ഇത് ദേഹം നോക്കിയാലും അറിയാം, അവരുടെയൊക്കെ മെഡിക്കൽ ബില്ലുകൾ നോക്കിയാൽ അറിയാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഞാൻ എന്നെ വിലയിരുത്താനായിട്ട് ഈ 10 പോയിന്റ്സിൽ നിന്നാണ് മാഡം പറഞ്ഞപ്പോഴാണ് ഞാനൊരു ലയണാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ശീലമാണത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും സിംഹവും സിംഹിയും സിംഹക്കുട്ടികൾ കബ്സ് ഒക്കെയാണ്. അപ്പൊ എന്തായാലും ഈ ക്ലാസ് വളരെ അവരെ ഈ സിംഹക്കുട്ടികളൊക്കെ കാട്ടിലേ ഉള്ളൂ, നാട്ടിലില്ല, അതേ കുഴപ്പം. വളരെ ഡിഫറെന്റ് ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ ഉള്ളിലേക്കൊരു ടോർച്ച്, നമ്മുടെ ഈ ലൈറ്റ് നമ്മുടെ നേരെ മുഖത്തേക്ക് അടിച്ച് നമ്മളെ ഒന്ന് വിലയിരുത്താനായിട്ട് നന്നായി. പോയിന്റ്സും സിമ്പിൾ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ശീലിക്കുന്ന പോലെ ഇരിക്കും അത് ഞാൻ ഈ പറഞ്ഞ കൽപ്പാത്തിയിൽ പോയാൽ അറിയാം, 4 മണിയാകുമ്പോഴത്തേക്ക് അവിടെ റോഡുകളെല്ലാം സജീവമാണ്. എല്ലാവരും പുഴയെ കുളിക്കുന്നു, എല്ലാവരും നല്ല പുതുവസ്ത്രങ്ങളും ഒക്കെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അമ്പലങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ചായപ്പീടികളെല്ലാം 4 മണിക്ക് നല്ല ഒന്നാന്തരം കാപ്പിയുടെ മണം. അങ്ങനെ നേരം വെളുക്കുമ്പോഴത്തേക്ക് അവരെല്ലാം ആക്റ്റീവായി അവർ ജോലികൾക്കും ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നേരത്തെ എണീക്കുക തന്നെയാണോ അമനമ്മ നമ്മുടെ ശരീരത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് സ്റ്റഡി ആയിട്ട് സൂക്ഷിക്കാൻ നല്ലത്. താങ്ക് യു.
Okay, Vengal sir, then Vincent Jose, Kunyoi Master, Srikumari ma'am, George sir, Prince. സാബു Thank സാറേ you. താങ്ക് യു. താങ്ക് പറയൂ വിൻസെന്റ് Vengal sir പറഞ്ഞോളൂ. പറഞ്ഞു. സാബു സാർ ഞാൻ പറയാം. പറയൂ. താങ്ക് യു സാബു സാർ. ഓമന ടീച്ചർക്കും നമസ്കാരം. താങ്ക് യു. ടീച്ചർ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കാട്ടുജീവികളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. സിംഹം, മാന് തുടങ്ങിയ ജീവികളുമായിട്ട്. ഡോൾഫിനും ഉണ്ട്. അതില് ഞാനിപ്പോൾ ഏതിലാ പെട്ടതെന്നില്ല എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിനെ പറ്റി എനിക്കറിയാം. ഞാൻ നേരത്തെ എഴുന്നേൽക്കും, നേരത്തെ കിടക്കും, ഒരു 9 മണിൻ്റെ മുമ്പ് കിടക്കും, നേരത്തെ എഴുന്നേൽക്കും. രാവിലെ എഴുന്നേറ്റാൽ അതിരാവിലെ തന്നെ എന്തെങ്കിലും ജോലി ഏർപ്പെടും. വ്യായാമവും ജോലിയും കൂടി ആയിട്ട് ഉള്ളതുകൊണ്ട് സമയം നീങ്ങും. അത് ചെറുപ്പത്തിൽ ശീലിച്ചാണ്. ഞങ്ങൾ കർഷക ഫാമിലിയിലാണ് വളർന്നത്. അന്ന് കുറെ വയലും പറമ്പൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് കൃഷിക്കാർ ജോലിക്കാരാണെങ്കിൽ ധാരാളം ജോലിക്കാരെയും കിട്ടും. ഒരു 50-60 കൊല്ലം മുമ്പുള്ള കഥകളാണ്. അപ്പോഴേ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം പറഞ്ഞാൽ നാച്ചുറൽ ലൈഫാണ്. മറ്റ് ജീവികളെ മാതിരി തന്നെ ഒരു 6 മണിയോട് കൂടി 7 മണിയോട് കൂടി വീട്ടിൽ ഒതുങ്ങിക്കൂടുക. അന്ന് കറണ്ട്, ലൈറ്റ്, റോഡ്, പാലങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളില്ല, വാഹനങ്ങളൊന്നുമില്ല. മണ്ണെണ്ണ വിളക്കേ ഉണ്ടാവല്ലേ. കുറച്ച് നേരമൊക്കെ എന്തെങ്കിലും വായിച്ച് എഴുതി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, ജോലിയിൽ പ്രവേശിക്കുക, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്കൂളിൽ പോവുക. ഇങ്ങനെയുള്ള ഒരു ശീലങ്ങളിലൂടെ വളർന്നു വന്ന ആ ജീവിതം തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, എക്സസൈസ്, നല്ല ഉറക്ക്, ഇത് മൂന്നുമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് ടീച്ചറുടെ വിശദീകരണത്തിൽ ഞാൻ മനസ്സിലാകുന്നത് ഞാനൊരു സിംഹക്കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാകുന്നത്. വലിയ പ്രായമൊന്നും ഇല്ലാത്തൊരു സിംഹക്കുട്ടി എന്നെനിക്ക് തോന്നാം. ഇനി തുടർന്ന് പോകാൻ എനിക്ക് സാബു സാർ അതിൻ്റെ ഇടയിലൊന്ന് സൂചിപ്പിച്ചു, ഉറക്കം എപ്പോഴുറങ്ങിയാലും മതിയെന്നുള്ളത്. അതപ്പോൾ ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയാണ് നാം മനസ്സിലാക്കുന്നത്. ഞാനിതുവരെ കേട്ടത് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് എന്നുള്ളതാണ് ഞാനിതുവരെ കേട്ടതും പഠിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒക്കെ അപ്പം അങ്ങനെയാണ്. അതിൽ സാബു സാർ പുതിയൊരു ചിന്ത എടുത്തിട്ട് അവതരിപ്പിച്ചത് പുതിയ പഠനമായിരിക്കും. പക്ഷെ അത് മനസ്സിലാകുന്നില്ല സാർ. ഏതായാലും ഇത് നല്ല ഒരു പഠനമാണ്. മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല. താങ്ക് യു ഓമന ടീച്ചർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാറേ സാർ. മറ്റൊന്നുമില്ല, എപ്പോൾ ഉറങ്ങിയാലും കൃത്യമായിട്ട് ഉറങ്ങണം. ഇപ്പൊ ഞാനും രാത്രി നോക്കിയപ്പോ എനിക്കാണെങ്കിൽ എനിക്കും ആ പിന്നെ ലയണാണ് കിട്ടിയത്. ലയൺ. പിന്നെ ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്ക് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വേറെ എന്തോ ഒന്നുകൂടെ ഉണ്ട്. വൈസ്. വൈസ്. ആ. പിന്നെ കുട്ടികളെ ഉണർത്തുമ്പോ സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ കർട്ടൻ മാറ്റുക, സ്കൂളിൽ പോകുന്നതിനേക്കാൾ ഒരു 1 hour കൂടുതലേ കൊടുക്കാവൂ ഉറക്കത്തെ. അതൊക്കെ നല്ല പുതിയ ഒരു ഐഡിയ ജനറേഷൻ മോട്ടിവേഷൻ. പിന്നെ ഉറക്കത്തിന്റെ കാര്യം എനിക്കാണെങ്കിൽ ഇപ്പോഴാണ് അത് മനസ്സിലായത്. ഞാൻ ഈ മെലറ്റോണിൻ 8-നും ഞാൻ പണ്ട് 8 മണിക്ക് എനിക്ക് കണ്ണടയും, പിന്നെ തുറക്കാനേ പറ്റൂല. ആ 8-നും 10-നും ഇടയ്ക്ക് ഉറങ്ങരുതെന്ന് പറയും. 8 മണിക്ക് ഉറങ്ങിയാൽ 10 മണി വരെ ഉറങ്ങും, പിന്നെ ഉറക്കം വരേയില്ല. പിന്നെ ഞാൻ പഠിച്ചു, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നു, അത് മെലറ്റോണിൻ ഉണ്ടാവുമ്പോൾ മാത്രമേ ഉറങ്ങാവൂ. കോർട്ടിസോൾ ഉണ്ടാവും ആ സമയത്ത് ഉറങ്ങിയാൽ. കോർട്ടിസോൾ ഉണ്ടായി കഴിഞ്ഞാൽ മെലറ്റോണിൻ്റെ സെക്രീഷൻ ഇതും ഉണ്ടാവൂല, അപ്പോൾ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് ശേഷമേ ഉറങ്ങാവൂ. അതിനുശേഷം ഇപ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട്. 10 മണിക്ക് ശേഷം ഉറങ്ങണം. അങ്ങനെയാണെങ്കിൽ മെലറ്റോണിൻ ഉണ്ടാകും. എത്രയോ കാലം 8 തൊട്ട് 10 വരെ ഉറങ്ങി ചുമ്മാ ഉറങ്ങണം. അതൊക്കെ ഓരോരുത്തരുടെയും ഘടന അനുസരിച്ചാണ്. പക്ഷെ മെലറ്റോണിൻ വരുമ്പോഴാണ് ഉറക്കം വരുന്നത്. അതേപോലെ ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങിയാൽ ഉറങ്ങിക്കൊണ്ടില്ലെങ്കിൽ ചില ഉറക്കം പിന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത. പക്ഷേ ഞാൻ ഇപ്പോ എനിക്ക് സാറിന്റെ ക്ലാസ് ഇപ്പോ 7 മണി 8 മണി ഭയങ്കരമായിട്ട് കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇപ്പൊ എണീറ്റൊക്കെ നടക്കും. ഇങ്ങനെ അത് ചില ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. എനിക്ക് പൈസ അടയ്ക്കും, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, കണ്ണടഞ്ഞു പോകും. രാവിലെ സമയത്താണോ? രാവിലെ എണീക്കും, 4 മണിക്ക് എണീക്കും. 5 AM ക്ലബ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ അറ്റൻഡ് ചെയ്യാൻ 4 മണിക്ക് വേണമെങ്കിൽ. ഓക്കെ ജോർജ് സാർ പറഞ്ഞോളൂ. താങ്ക് യു സാർ. ഹായ് ഓമന ടീച്ചറേ. പതിവ് പോലെ ഇന്നും
വലിയൊരു കണ്ണാടി മുമ്പിൽ വെച്ച് കാണിച്ചു കൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്ന് പറയുന്നത്, നോക്കിക്കേ നോക്കിക്കേ, നിങ്ങൾ എങ്ങനെ ഇരിക്കണം എന്ന് നോക്കിക്കേ എന്ന് പറയുന്നു. എനിക്കും 10-ൽ 7 എണ്ണം കിട്ടിയത് എ ടൈപ്പാണ്. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പഠിച്ചു നടക്കുന്ന കാലത്തൊക്കെ അല്പം അലസ മനോഭാവത്തിൽ ഇത്തിരി വൈകി എഴുന്നേക്കുന്ന പ്രകൃതമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പഠനം കഴിഞ്ഞ് വീട്ടിലെ പണികളൊക്കെ തുടങ്ങിയപ്പോൾ അതിരാവിലെ കന്നുകാലി അഴിച്ചിട്ട് ഉഴുവണം. അപ്പോൾ അതിന് വൈകാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങി. പിന്നെ ജോലി കിട്ടിയപ്പോൾ ജോലിക്ക് പോകാനും നേരത്തെ എഴുന്നേറ്റ് പോകേണ്ട ഒരു ശീലമായിരുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ തുടങ്ങിയതുകൊണ്ട് കുറേയും കൂടെ നേരത്തെ എഴുന്നേക്കുന്ന ശീലമായിരിക്കും. അങ്ങനെ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റി. കുറച്ചുകൂടെ നല്ലത്. പക്ഷെ എനിക്ക് ഉറക്കത്തെ പറ്റി തോന്നിയിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിന് ക്ഷീണം തോന്നാത്ത വിധത്തിലുള്ള ഉറക്കം എപ്പോഴായാലും മതി എന്നുള്ള നിഗമനത്തിലാണ് ഞാനും ഇപ്പം എത്തിയിരിക്കുന്നത്. എപ്പോഴും ഉറങ്ങാൻ കഴിഞ്ഞാൽ ഉറക്കം വലിയൊരു ഭാഗ്യവും അനുഗ്രഹമാണ്. എനിക്കത് ഇത്തിരി കുറവുള്ള കൂട്ടത്തിലുമാണ്. എന്നാലും അങ്ങ് മാനേജ് ചെയ്ത് പോവുക. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. നന്നായിരിക്കുന്നു. ഇതേപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻഫർമേഷൻസുമായിട്ട് ഇനിയും വരണം കേട്ടോ. കാത്തിരിക്കും. ഇതുപോലെ കൊണ്ടിരിക്കുന്ന ട്രാഫിക് സിഗ്നലിലൊക്കെ വന്ന് നിന്ന് വണ്ടിയൊക്കെ ഒന്ന് പിടിച്ച് പരിശോധിച്ച് ഇതുപോലെ ഒക്കെ കൊള്ളാം. നല്ലതായിരിക്കുന്നു. താങ്ക് യു മാം. എല്ലാവരും കുറച്ചു പേരെങ്കിലും സിംഹമാണെന്ന് പറയാൻ പറ്റിയില്ലേ? അതെ. വേറെ ആരോട് പറഞ്ഞാലും നമുക്ക് തന്നെ ഒന്ന് പറയാം, ഞാനൊരു സിംഹം. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൂടുതലും സിംഹമാണ്. പോയി പറയാനും വയ്യ. വെങ്ങൽ സാർ ഉണ്ടോ? വേങ്ങൽ സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സാറിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ ശരിയായി. എന്നാ ചെയ്തോളൂ, പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കാം സാർ. എനിക്ക് വളരെ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് വരുന്ന വ്യക്തിയാണ് ഓമന ടീച്ചർ. ഐ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ഹെർ ഫോർ കമ്മിങ് വിത്ത് സച്ച് ടോപ്പിക്സ്. വളരെ വിവേകവും വ്യത്യസ്തവുമാണ്. അതാണ് അതിനകത്തുള്ള വലിയൊരു അഡ്വാൻറ്റേജ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും, ഇതിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് പോയാലും നമ്മൾ ചിന്തിക്കും. അതാണ് ഒരു ടോക്ക് കഴിഞ്ഞാലും ആ തോട്ട് പ്രോസസ്സിനകത്ത് കിടക്കും. അതായത് അപ്പോഴങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും. എപ്പോഴും അതിനെക്കുറിച്ച് പിന്നെയും ചിന്തിച്ച് അതിന്റെ പല വശങ്ങളും നമുക്ക് ആലോചിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരുന്ന ക്ലാസ്സുകളാണ് പലപ്പോഴും ഓമന ടീച്ചറിന്റെ. ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ ദാറ്റ്. അതുപോലെ തന്നെ ഈ ഫോറത്തില് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ഇതിനുവേണ്ടി ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നവരെ ഓർഗനൈസേഴ്സിനെയും ഒത്തിരി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഇതൊരു നല്ല ഒരു വേദിയാണ്. എനിക്ക് ഇതിനിടയ്ക്ക് പല ക്ലാസ്സുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പ ശ്രദ്ധ മാറിപ്പോയി. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു. നല്ല ചിന്തകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സാറിനെ ഒന്ന് കാണിച്ചേക്കാവോ? സാറ് സിംഹമാണോ കടുവയാണോ എന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ കേക്കാവോ? പറയുന്നത് കേക്കാവോ? ഞാന് പിന്നെ എ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ്. ഉറക്ക സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാല് അത് രാവിലെ 4 മണിക്കൊക്കെ ഉണരും. എന്നാൽ അത് കഴിഞ്ഞ് എപ്പോ വേണേലും എപ്പോഴും കിടന്ന് ഉറക്കമാണ്. കാരണം വെച്ചാൽ എനിക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ ഉറക്കമാണ് എന്റെ ഏറ്റവും വലിയ ജോലി. ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഏത് വർക്കുമാണെങ്കിലും ചെയ്യും. അതേസമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ലഞ്ച് കഴിക്കും. ലഞ്ച് കഴിഞ്ഞേച്ച് കിടന്നുറങ്ങും. പിന്നെ അതുപോലെ തന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും മിക്കവാറും ഉറങ്ങാൻ കിടക്കും. അങ്ങനെയൊക്കെയുള്ളൊരു പ്രകൃതമാണ്. എന്നാൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ഇറ്റ്. അതിനെനിക്കൊരു ഉന്മേഷക്കുറവില്ല. ജോലിയൊന്നും ഇല്ലെങ്കിൽ ഉറങ്ങുക എന്നുള്ളതാണ് അധികവും. ശാരീരികമായ ക്ഷീണം കൊണ്ട് ഞാനിപ്പോൾ ഐ വാസ് an athlete and sportsman. ബേസിക്കലി എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അതുകൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോകേണ്ട അവസ്ഥകളായിരുന്നു. നൗ ഐ ആം
48 years of old. 18. അതുകൊണ്ട് അത് തിരിച്ചിട്ടാ മതി, ഞാൻ പറഞ്ഞതിനെ തിരിച്ചിട്ടാ മതി, കുഴപ്പമൊന്നുമില്ല. അതാണ് റിയൽ. അപ്പോ അങ്ങനെ പോകുന്നു. നല്ല ക്ലാസ്സുകൾ. ഓമന ടീച്ചറിന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് ഞാൻ. അങ്ങനെ TA-യുടെ പഠനത്തിലൂടെ അങ്ങനെ പരിചയപ്പെട്ടതും ഈ ഇതിൽ വരാൻ കഴിഞ്ഞാൽ സന്തോഷം. നിങ്ങളെയൊക്കെ നല്ല 2 മീറ്റിങ്ങുകൾ ഞാൻ കയറിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സമയക്കുറവുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. സാറിനെ കണ്ടില്ല സമയമുള്ളപ്പോഴൊക്കെ സാർ. പറയാം, ഞങ്ങളോട് ഉണ്ട് എല്ലാ ദിവസവും 7 മണിക്ക്. സാറിനെ ഒന്ന് കണ്ടില്ലായിരുന്നു. കാണാൻ ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. വീഡിയോ വരുന്നുണ്ട്, ഇപ്പൊ കാണാം. യെസ്, അതെയോ? ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം സാർ. താങ്ക് യു. എവിടെയാ, വയനാടാണോ? അല്ല, തിരുവനന്തപുരം. തിരുവനന്തപുരം. സാറാണ് TA-യുടെ ക്ലാസ് നടത്തുന്നത്? TA ഒക്കെ ഞാനും എനിക്ക് അറിയാം. TA TC ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് സഞ്ജീവിനി എന്നൊരു ബീഫ്രണ്ടിങ് സെന്റർ അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ആത്മഹത്യാ പ്രവർത്തനം. അതാണ് മെയിൻ. സാർ വേങ്ങലെ ഉമ്മൻ വീവർക്ക് അച്ഛൻ്റെ എങ്ങനെ റിലേഷൻ? ഉമ്മർക്ക് അച്ഛന് ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ള പയ്യനാണ്. അച്ഛൻ എന്റെ കസിനായിട്ട് വരും. കസിനാണ്. ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച്. അതെയോ? മർത്തോമ കോളേജിലാ പഠിച്ചിരുന്നത്. അതൊക്കെ സർവീസൊക്കെ വെരി വെരി യങ്ങർ ടു മീ. ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ള പയ്യനാണെന്ന് പറയാം. അടുത്തടുത്ത സെയിം ഫാമിലിയാ. ഉമ്മൻ വി വർക്ക് ചെയ്യുന്നതാണ്. ഉമ്മൻ വേങ്ങൽ വർക്ക്. എവിടെയാണ് സാർ? എവിടെയാണ്? കാരക്കൽ. മേപ്രാക്കാർ എനിക്കറിയാം. ഞാൻ നാട്ടുകാരനാണ്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ എന്റെ വീട് അമിച്ചേരിയ. ഉമ്മൻ വർക്ക് അച്ഛൻ്റെ വീടിന്റെ അടുത്താണ്. മേപ്രാല് എന്റെ ഫാദറിന്റെ സിസ്റ്ററെ വിവാഹം ചെയ്ത് അയച്ചിരുന്നത് മേപ്രാലാണ്. കോഴിമണൽ എന്ന് പറയും. പിന്നെ അമ്മ വീട് കോവൂരാണ്. കോവൂര്, അത് മേപ്രാലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ്. കുട്ടിക്കാലത്ത് അവിടെയായിരുന്നു. താങ്ക് യു സാർ. എന്തോ? തിരുവനന്തപുരത്ത് കേശവദാസുരം. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. വിൻസെന്റ് ജോസ് സാർ ഉണ്ടോ? വിൻസെന്റ് സാർ, പ്രിൻസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഉമ്മ ടീച്ചർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. സാർ, താങ്ക് യു സാർ ഫോർ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഒത്തിരി താങ്ക്സ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ കുടുങ്ങിയാൽ അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ. സാർ ഇന്നലെ പറഞ്ഞത് കൊണ്ട് ഞാൻ കുറേ PPT മാറ്റി ഇച്ചിരി കൂടെ സിമ്പിളാക്കി. ഞാൻ കൂടുതൽ ഞാനത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ സിമ്പിളാക്കാൻ പറ്റുമല്ലോ. അപ്പം ഇന്ന് അതിൻ്റെ പേരെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അത് കുറേ കൂടെ സിമ്പിളായി, ആദ്യത്തേതിനെക്കാട്ടും സിമ്പിളാക്കി. പിന്നെ ഈ അവസാനത്തെ ആ ക്വസ്റ്റ്യൻ വളരെ എഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്താൽ മറ്റേ ക്ലാസ്സിൽ ഒരുപക്ഷെ അത് അത്ര ഈസി ആയിട്ട്, പക്ഷെ നമുക്കറിയാം ടൈമിംഗ് വെച്ച് നമുക്ക് മനസ്സിലാകും. പക്ഷെ എന്നാലും ഇച്ചിരി സമഗ്രമായിട്ട് ആ ഫുൾ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് ആ ക്വസ്റ്റ്യൻസിലൂടെ കിട്ടി. ഗുഡ് തിങ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം നമ്മൾ ഏത് ക്രോണോടൈപ്പ് ആണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ ജോലികൾ ക്രമീകരിക്കുകയും ചെയ്യലാണ്. അത് മനസ്സിലാകാത്ത ഒറ്റ ആൾക്കാരുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ മാത്രമേ. അത് പക്ഷെ ഞാനൊക്കെ പിള്ളേരെ വളർത്തിയപ്പോൾ അറിയത്തില്ലായിരുന്നു, ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. നമ്മൾ ഏർലി ടു ബെഡ് അങ്ങനെയല്ല ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ എനിക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം നമുക്കറിയാലോ. അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്. പക്ഷെ ചെറിയ പിള്ളേരെ നമുക്ക് എഴുന്നേൽപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, അതെന്നാലും കുറച്ച് കഴിയുമ്പോൾ മാറും. കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങൾ വരും. അവർക്ക് അവരുടെ ഇതനുസരിച്ച് അങ്ങ് മാറ്റം വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളെ നോക്കണ്ട, നമ്മൾ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അത് മാറ്റി കഴിയുമ്പോൾ അല്ലേ രാജ് സാറേ, ചില പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? ബോഡി അത്ര ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. ഞാൻ പോയിട്ട് വന്നിട്ട് 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങൊന്നുമില്ല. അതേസമയം ഇങ്ങനെ. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ ബുക്ക് റിവ്യൂ ഉണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് കണ്ടത്തെ കൽഭരണികൾ.
ഉണ്ട് ഉണ്ട്. അത് ഞാൻ അയച്ചിരുന്നു. വൈഫാ എടുക്കുന്നത്. വൈഫ് ഓക്കെ, കുഴപ്പമില്ല. ഷീബ രാജു ഫിലിപ്പ്. ഓക്കെ ഓക്കെ, ഫോട്ടോ കൺസൈസ് ആയിട്ട് വിട്ടാൽ അയച്ചു. മതി. ഒത്തിരി ഡെലിബറേറ്റ് ചെയ്യണ്ട. വായിക്കാൻ ഒരു പ്രേരണ വരുത്തിയാൽ മതി. ഇത്രേ കാരണം ഉള്ളൂ. അതൊക്കെ ഫാസ്റ്റ് മൂവിങ്. 20 to 30 മിനിറ്റ്സേ കാണത്തുള്ളൂ. 30 മിനിറ്റ്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ഷുവർ ഷുവർ. ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. സാർ പറഞ്ഞില്ലല്ലോ, സാർ വിൻസെന്റ് പറഞ്ഞില്ല. സാറ് അല്ല, ഞാൻ ഇടയ്ക്ക് മുഴുവൻ കേട്ടില്ല, അവസാനത്തെ 10 അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ കേട്ടോ. പറയാറുള്ളത്. അല്ല, അതെന്റെ ഇല്ല, കേട്ടില്ല സാറേ, കേട്ടില്ല. ഒരു ഞാൻ സിംഹമാണെന്ന് ഇന്നാണ് പറഞ്ഞാൽ വന്നത്. മതിയായിരുന്നു. ഐ വാസ് ഇൻ ജംഷഡ്പൂർ. ജംഷഡ്പൂരിൽ നിന്ന് ഞാൻ ഇന്ന് കാലത്താണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് എത്തിയത്. ഓക്കെ അപ്പോൾ ഓക്കെ. ദർ വാസ് എൻ അൺസർട്ടനിറ്റി. ഈ ഇൻഡിഗോ ഫ്ലൈറ്റിലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് പോവോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ റാഞ്ചിയിൽ നിന്ന് വേണം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ റാഞ്ചി പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ സാധാരണ ഒരു 5:30 മണിയാകുമ്പോൾ എണിക്കും. 5:30 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും കിടന്ന് ഈ പറഞ്ഞ സുധോൻ സാർ ആരാണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും കിടന്ന് ഉറങ്ങുന്നു. അതുപോലെ ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങും. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു പിന്നെ ഉറങ്ങും. അതുപോലെ തന്നെ എൻ്റെയും ഏതാണ്ട് സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ കാരണം അവർ എനിക്കൊരു ഫെയർവെൽ പോലെ ഒരു ഇത് വച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ റൂമിൽ പോയി കിടന്നത്. 4 മണിക്ക് എനിക്ക് അവിടെ നിന്ന് എൻ്റെ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. റാഞ്ചി എന്നുള്ള സ്ഥലത്ത് എത്തണം. ഇറ്റ്സ് അബൌട്ട് 2.5 hours. അവിടെ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം ഞാൻ 3:15 ഞാൻ എണീറ്റു. ഇപ്പം 11 മണിക്ക് കിടന്നാലും ഞാൻ 3:15 എണീറ്റു, നോ പ്രോബ്ലം. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട്, നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യവും സൗകര്യവും അനുസരിച്ചിട്ട് നമ്മൾ ഉറങ്ങാണ്ടിരിക്കുകയോ എണിക്കാണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരണില്ല. എന്ന് വെച്ചിട്ട് രാത്രി കാലത്ത് 10 മണി വരെ 11 മണി വരെ ഉറങ്ങില്ല. നേരത്തെ എണിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ബട്ട് ഈഫ് നോട്ട്, ഇപ്പം ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ 40 കൊല്ലം ജോലി ചെയ്താണ് ടാറ്റ സ്റ്റീലിൽ. അപ്പോൾ അതിന് ലഞ്ച് ടൈമുണ്ട്. ആ ലഞ്ച് ടൈമിൽ എപ്പോഴും വന്ന് 1 മണിക്കൂർ, പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ പണ്ടൊക്കെ 2 മണിക്കൂർ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ടൈം കുറഞ്ഞു, 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ആയി. ബട്ട് ഐ യൂസ് ടു സ്ലീപ്പ് ആഫ്റ്റർ ദ ലഞ്ച്. ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഞാൻ എപ്പോഴും ഉറങ്ങുമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഏറ്റവും വലിയ വിഷമം, ഞാൻ ഇപ്പോൾ പിള്ളേരോട് പറയും, രാത്രി ഉറക്കമൊഴിക്കണമെങ്കിൽ എനിക്ക് വിഷമം ഉച്ചയ്ക്ക് ഉറക്കമൊഴിക്കുമ്പോഴാണ്. ഉച്ചയ്ക്ക് ഉറങ്ങാണ്ടിരുന്നാൽ ഐ ഫീൽ അൺകംഫർട്ടബിൾ. എനിക്ക് എന്തോ ഒരു ഇതായിട്ട് തോന്നും. അപ്പം ഇപ്പം ഇവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, ഉച്ചയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. അവിടെ പോയി ഇവിടെ പോയി, ഇല്ലെങ്കിൽ ആരെങ്കിലും വന്നു കണ്ടു, വിൻസെൻ്റ് ഏട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞ് കാണാൻ വരും, അങ്ങനെയൊക്കെ അതൊന്നും നടക്കില്ല. പക്ഷെ ഞാൻ ഫിറ്റാണ്. എൻ്റെ മക്കൾ പറയും, പപ്പ പുറത്ത് പോയി ഒന്ന് കറങ്ങിയടിച്ച് വരുമ്പോൾ പപ്പയുടെ മോം ഫ്രഷാവും, പപ്പയുടെ വെയിറ്റും കൂടും, ഭക്ഷണമൊന്നും ശരിയല്ലെങ്കിൽ കൂടെ യു ലുക്ക് ഫ്രഷ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഇതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഉറങ്ങണം. പക്ഷെ ഉറങ്ങുകയാണെങ്കിൽ ശരിക്കും ഉറങ്ങണം. അത് സമയത്തിന് ഒരു ചെറിയൊരു ഇത് വെച്ച് ലിമിറ്റ് വെക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ അനുകൂലിക്കണം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഒരു പരിധിക്കുള്ളിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യും. അത് വെറുതെ ഒന്നുമല്ല. അതെ. സാറ് എൻ്റെ നെഫ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നെഫ്യൂ. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ സാറിനെ അറിയാമെന്ന് പറഞ്ഞു. പുള്ളി അവൻ കസ്റ്റംസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സാർ പോയി. ഓക്കെ, അപ്പോൾ സി യു, ഗുഡ് നൈറ്റ്.